പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മെയ് മാസം 21 വ്യാഴാഴ്ച. അപ്പസ്തോല പ്രവൃത്തികൾ 12 അധ്യായം 5 വാക്യം. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകും. ഈ വചനത്തിൻ്റെ പശ്ചാത്തലം ഹെരോദ രാജാവ് സഭയെ ഉപദ്രവിക്കുന്ന കാലമായിരുന്നു. യാക്കോബിനെ വാളാൽ കൊന്നു, പത്രോസിനെയും പിടിച്ച് ജയിലിൽ അടച്ചു. മനുഷ്യരുടെ കണക്ക് പ്രകാരം പത്രോസിന് രക്ഷപ്പെടാനുള്ള വഴിയൊന്നും ഇല്ലായിരുന്നു. സൈനികരുടെ കാവൽ, ഇരുമ്പ് ചങ്ങലകൾ, പൂട്ടിയ വാതിലുകൾ എല്ലാം അവന് ചുറ്റും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു കാര്യമുണ്ടായിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതായ ഒരു സഭ. ഇവിടെ നമുക്കുള്ളതായ സന്ദേശം ഇതാണ്: പ്രാർത്ഥിക്കുന്ന സഭയെ ആർക്കും തോൽപ്പിക്കാനാവില്ല. പ്രാർത്ഥനയിൽ സഭ മുട്ടുമടക്കി ആയിരുന്നു. അവർ നിരാശരായില്ല, അവർ മനുഷ്യ സഹായം അന്വേഷിച്ചില്ല, അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇന്നും നമ്മുടെ ജീവിതത്തിൽ പല ജയിലുകൾ ഉണ്ടാകാം. രോഗത്തിൻ്റെ ജയിൽ, കടബാധ്യതയുടെ ജയിൽ, ഭയത്തിൻ്റെ, നിരാശയുടെ, പാപത്തിൻ്റെ, കുടുംബ പ്രശ്നങ്ങളുടെ ഒക്കെ ജയിലിൽ കഴിയുന്നവരാകാം നാം ഓരോരുത്തരും. മനുഷ്യർക്ക് അസാധ്യമായി തോന്നുന്ന ഈ അവസ്ഥകളിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, സഭ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കുന്നു എന്ന സന്ദേശം ഇവിടെ നമുക്ക് ലഭിക്കും. പത്രോസിന് വേണ്ടി സഭ നടത്തിയ പ്രാർത്ഥനയ്ക്ക് ദൈവം അത്ഭുതകരമായി മറുപടി നൽകിയല്ലോ. ദൈവദൂതൻ ജയിലിൽ വന്നു, ചങ്ങലകൾ വീണുപോയി, വാതിലുകൾ തുറന്നു, പത്രോസ് പുറത്തിറങ്ങി. അത് മനുഷ്യ ശക്തിയാലല്ല, പ്രാർത്ഥനയുടെ ശക്തിയാലത്രേ. ചിലപ്പോൾ നാം പ്രാർത്ഥനയെ ചെറുതായി കാണുന്നവരല്ലേ? എന്നാൽ സ്വർഗം ചലിപ്പിക്കുന്ന ശക്തിയാണ് പ്രാർത്ഥന. പ്രാർത്ഥന ദൈവത്തിൻ്റെ ഹൃദയത്തെ പോലും സ്പർശിക്കുന്നു. പ്രാർത്ഥന അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്നതാണ്. ഇന്നും നമുക്ക് ആവശ്യമായിട്ടുള്ളത് പ്രാർത്ഥിക്കുന്നതായ ആളുകളെയാണ്. കുടുംബങ്ങളിൽ പ്രാർത്ഥന വേണം, വിശ്വാസികൾ പ്രാർത്ഥിക്കണം, മാതാപിതാക്കൾ മക്കൾക്കായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഈ വചനത്തിൽ കാണുന്ന മറ്റൊരു കാര്യം എന്നത്, പത്രോസ് ജയിലിലായിരുന്നുവെങ്കിലും അവൻ ഒറ്റയ്ക്കായിരുന്നില്ല. സഭ അവനെ മറന്നില്ല. അവർ അവന് വേണ്ടി പ്രാർത്ഥനയിൽ കൂട്ടായ്മ ആചരിച്ചു. ഇന്നും വിശ്വാസികളായ നാം ഓരോരുത്തരും പരസ്പരം പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. കുടുംബത്തിലുള്ളതായ ആളുകളും ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. കഷ്ടതയുള്ളവരെ പ്രാർത്ഥനയിൽ ഓർക്കുവാൻ നമുക്ക് സാധിക്കണം. സഭയുടെ ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാണ്. അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. വിശ്വാസികളായ നാം ഓരോരുത്തരും ഏത് സാഹചര്യത്തിലായാലും പ്രാർത്ഥന ഉപേക്ഷിക്കില്ല. ഉത്തരം വൈകിയാലും നാം പ്രാർത്ഥിക്കും, വാതിലുകൾ അടഞ്ഞാലും നാം പ്രാർത്ഥിക്കും. കാരണം പ്രാർത്ഥിക്കുന്നവരുടെ ദൈവം ഇന്നും ജീവനുള്ളവനാണ്. അതുകൊണ്ട് നമുക്കിതോർക്കാം, പ്രാർത്ഥനയുള്ളിടത്ത് ദൈവത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാകും. ദൈവം നമ്മെ എല്ലാവരെയും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരാക്കി മാറ്റട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, പത്രോസിന് വേണ്ടി സഭ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബന്ധനങ്ങളും ഭയങ്ങളും പ്രശ്നങ്ങളും അങ്ങയുടെ ശക്തിയാൽ അഴിച്ചു കളയണമേ. കഷ്ടതയിലുള്ളവർക്കായി പ്രാർത്ഥിക്കുന്ന ഹൃദയം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കുടുംബത്തെയും സഭയെയും ആത്മീയമായി ബലപ്പെടുത്തണമേ. അങ്ങയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ അടിയങ്ങളെല്ലാം സഹായിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.